തദ്ദേശ സ്ഥാപനങ്ങളിൽ LDF SDPI കൂട്ടുകെട്ടെന്ന വാർത്ത നിഷേധിച്ച CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പ്രചാരണം വസ്തുതകൾക്ക് നിരക്കാത്തതാണ് എന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. പത്തനംതിട്ട കോട്ടങ്ങിൽ പഞ്ചായത്തിൽ LDFിൽ ആവശ്യപ്പെടാതെ തന്നെ SDPI പിന്തുണ നൽകി. ഇത് കാരണം 2 തവണ LDF പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. BJP അധികാരത്തിൽ വരും എന്നത് കണക്കിലെടുത്താണ് മൂന്നാമത് രാജിവെക്കാതിരുന്നത് എന്നും പ്രസ്താവനയിൽ വിശദീകരിക്കുന്നുണ്ട്. ചന്തു ചന്ദ്രശേഖറാണ് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. ചന്തു, CPIM സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ എന്തെല്ലാമാണ്? പ്രധാനമായും ഈ ഇലക്ഷന് ശേഷം UDF വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തിയിരുന്നു. അതായത് SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവരുമായി CPM കൂട്ടുകൂടുന്നു, അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ കൂട്ടുകെട്ടുണ്ട് എന്ന തരത്തിലായിരുന്നു UDF ആരോപണമുയർത്തിയിരുന്നത്. അതിനെ നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ചില പത്രങ്ങളും ഇത്തരത്തിൽ വാർത്ത നൽകിയിരുന്നത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല എന്ന കാര്യമാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. പ്രധാനമായും തിരുവനന്തപുരത്ത് നഗരൂർ ഗ്രാമപഞ്ചായത്ത്, കൂടാതെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി, പത്തനംതിട്ട കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ SDPI CPM ബന്ധമെന്നായിരുന്നു കോൺഗ്രസ് ഒക്കെ ആരോപിച്ചിരുന്നത്. അതിൽ പത്തനംതിട്ട കോട്ടങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ SDPI ആവശ്യപ്പെടാതെയാണ് LDFിനെ പിന്തുണച്ചത്. തുടർന്ന് 2 തവണ ഈ പ്രസിഡന്റ് സ്ഥാനം CPM ഉപേക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം മൂന്നാമത് വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ വീണ്ടും രാജിവെച്ചാൽ അത് എതിരാകുമെന്ന ഒരു ഇത് കണക്കിലെടുത്ത് BJP അധികാരത്തിൽ വരുന്ന ഒരു സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് മൂന്നാമത് രാജിവെക്കാത്തതെന്നൊരു വിശദീകരണവും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വ്യാജ വാർത്തകളാണ് ഇത്തരത്തിൽ പ്രചരിക്കുന്നത്. ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ UDF നടത്തുന്ന ഗൂഢ ശ്രമങ്ങളാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കും. മറ്റൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് CPMന്റെ ഈ തുറന്നു പറച്ചിൽ എന്ന് കൂടി വേണം നമ്മൾ മനസ്സിലാക്കാനെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് തന്നെയാണെങ്കിലും ഈ വിഷയം ആളിക്കത്തിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതിനൊരു പ്രതിരോധം തീർക്കുകയാണ് CPIM, അല്ലേ? ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം കോൺഗ്രസ് വിജയിച്ചതിന് ശേഷം ആദ്യം അവിടെ SDPI ആണ് ആഘോഷം നടത്തിയിരുന്നത്. അപ്പോൾ CPM ഒക്കെ വലിയ തരത്തിൽ ഇത്തരത്തിൽ UDFിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. SDPI UDF കൂട്ടുകെട്ടെന്ന തരത്തിലൊക്കെ ആരോപണങ്ങൾ. തൊട്ടു പിന്നാലെയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ SDPI ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ബന്ധമുണ്ടെന്ന് ആരോപിച്ച് UDF തന്നെ വലിയ രീതിയിൽ ഒരു പ്രചാരണം നടത്തുന്നത്. അതിനെ നിഷേധിച്ചുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നത്. UDF നടത്തുന്ന ഇത്തരം ഗൂഢ ശ്രമങ്ങളാണ്, അത് ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കൂടാതെ ഈ കാര്യങ്ങൾ ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളാണ് UDF ചൂണ്ടിക്കാണിച്ചത് അതിൽ കൃത്യമായ വിശദീകരണം കൂടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്തരത്തിലൊരു പ്രസ്താവന പുറത്തിറക്കിയത്. എന്നാലും ലാൽകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കൂടി അടുക്കുന്ന സാഹചര്യത്തിൽ CPMന്റെ ഈ പ്രസ്താവന അല്ലെങ്കിൽ CPMന്റെ ഈ വിശദീകരണം കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. വരും നാളുകളിൽ ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം കൂട്ടുകെട്ടുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ആയിരിക്കും ചർച്ചയ്ക്കൊരു സാഹചര്യത്തിൽ കൂടിയാണ് വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കും. റൈറ്റ്. ചന്തു ചന്ദ്രശേഖറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. SDPI CPIM കൂട്ടുകെട്ട് എന്ന വാർത്ത നിഷേധിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന്റെ പത്രപ്രസ്താവന.